Very good evening to all of you. Okay. So, we will set exam in the date declare August 24th date. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു എയിം മാത്രമാണ്. അപ്പോൾ ആ 30 ഡേയ്സിനുള്ളിൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എത്ര മൊഡ്യൂൾസ് ഫോക്കസ് ചെയ്യണം. വി നോ ദാറ്റ് ദ സിലബസ് കൺസിസ്റ്റ് ഓഫ് ആക്ച്വലി 6 യൂണിറ്റ്സ്, റൈറ്റ്? സോ ഓരോ യൂണിറ്റിലും 20 മൊഡ്യൂൾസ് ഉണ്ടെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം എത്ര മൊഡ്യൂൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് 30 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് നമുക്ക് മുമ്പിലുള്ള ഫസ്റ്റ് ടാസ്ക്. അപ്പം ഇന്നത്തെ ഈ വെബിനാറിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതും ആ ഒരു സിലബസ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഒരു ദിവസം എത്ര പോർഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യണം അതൊക്കെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വെൽക്കം ടു ദ വെബിനാർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു 30 ദിവസം കൊണ്ട് സെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് 30 ഡേയ്സ്, റൈറ്റ്? സോ ഡേ 1-ൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ മൊഡ്യൂളാണ് നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫോക്കസ് ഓൺ യൂണിറ്റ് 1, റൈറ്റ്? അപ്പോൾ യൂണിറ്റ് 1-ൽ ഫസ്റ്റ് മൊഡ്യൂള് അല്ലെങ്കിൽ എന്താണ് മൊഡ്യൂൾ 1 to 5 ആണ് ഡേ 1-ൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ആ മൊഡ്യൂൾ 1 to 5 എന്ന് പറയുമ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഏജ് ഓഫ് ചോസർ, ചോസേഴ്സ് കണ്ടംപററീസ്, പ്രൊലോഗ് ടു കാന്റർബറി ടെയിൽസ്, ഏർലി റിനസൻസ് ഇൻ ഇംഗ്ലണ്ട്, ലേറ്റ് റിനസൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ. അപ്പം ഇങ്ങനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ നമ്മൾ? അല്ലേ? പല കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ? ഏജ് ഓഫ് ചോസർ, 14th century is always known as the Chaucer's age or the age of Chaucer, and he wrote in the East Midland dialect. അല്ലേ? അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. And one of the most important works written by Geoffrey Chaucer is Canterbury Tales, and Canterbury Tales consist of 31 characters, and among them 29 are pilgrims. And they are on their way to the shrine of Saint Thomas Becket. Okay, and two other characters are there. One is Geoffrey Chaucer himself. He is the narrator of the Canterbury Tales. Then we have one more character, that is the innkeeper, and his name is Harry Bailey. Okay, and adana Chaucer oru particular work maatrana nammal paranjathu, alle? And definitely it has he wrote some other important works like Parliament of Fowls, Book of the Duchess. idakke equally important aanu. Ini aa works galellam thanne focus cheyyuka. adupole thanne Canterbury Tales le prologue, general prologue to the Canterbury Tales we have to focus, and he describes April as the sweetest month, alle? And there is also a writer who calls April the cruelest month. Who is he? It is T.S. Eliot, right? And he introduces April as the cruelest month in his work The Wasteland, okay, which was published in the year 1922. Okay, coming back to Chaucer, definitely we have to focus on his other works. At the same time, he is actually reflecting that and then he is actually reflecting the societal problems that existed during the 14th century. Okay, then definitely, Chaucer's contemporaries, we have William Langland is there, okay, who wrote the work Piers Plowman. Then we have John Gower, whose very famous work is Confessio Amandus. And then we have another important contemporary writer, that is Gawain, okay. And Chaucer's contemporaries, prologue to the Canterbury Tales. I told you we have lots of tales, like the Miller's Tale is there, Pardoner's Tale is there, Parson's Tale is there, and all the characters like Squire, Knight, Wife of Bath, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ആണ്. സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ആപ്പിലുണ്ട്. ഓക്കെ,
ദെൻ അങ്ങനെ ഏജ് ഓഫ് ചോസർ ആ ഏജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് റിനസൻസ് ഇൻ ഇംഗ്ലണ്ട് ആണ് അല്ലേ. അപ്പം 14th century, ആഫ്റ്റർ ഫിനിഷിംഗ് 14th century ഡെഫിനറ്റ്ലി വി ഹാവ് ടു മൂവ് ഓൺ ടു ദ 15th century, 16th century. ഓക്കെ, അപ്പം ഏജ് ഓഫ് റിനസൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഷേക്സ്പീരിയൻ ഏജ്, ഓക്കെ, ആൻഡ് എലിസബത്തൻ ഏജ്. അപ്പോൾ റിനസൻസിനകത്ത് നമുക്കറിയാം റിനസൻസ് ഇസ് ദ ടേം ദാറ്റ് മീൻസ് റീബർത്ത് ഓർ റിവൈവൽ, റീബർത്ത് ഓർ റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ് അല്ലേ. അപ്പോൾ റിനസൻസ് എന്നുള്ള ഏജ് നമ്മൾ കവർ ചെയ്യുമ്പം വില്യം ഷേക്സ്പിയർ എന്നുള്ള ഒരു റൈറ്റർ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. Definitely we have to focus on William Shakespeare and his writings like especially his tragedies Macbeth, King Lear, Othello, and we have Hamlet is there, and we have to focus on each of these works alle. appo adupole thanne Hamlet le soliloquies, important characters, then we have to focus on Macbeth, important lines, comments, soliloquies, then again Hamlet I told you, then we have to focus on the work കിങ് ലിയർ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വർക്ക്സുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി ഷേക്സ്പിയർ എന്നുള്ള റൈറ്ററിനെ മാറ്റി നിർത്തിയാൽ ദർ എക്സിസ്റ്റഡ് എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് കോൾഡ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് അല്ലേ. അവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് കിഡ്, തോമസ് നാഷ്, തോമസ് ലോഡ്ജ്, then we have George Peele, John Lilly, Christopher Marlowe. അപ്പോൾ ഇതുപോലുള്ള എല്ലാ റൈറ്റേഴ്സിനെയും നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലേ. ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളത് എന്താണ്, അവരെ വൈ ഡു വി കോൾ ദം യൂണിവേഴ്സിറ്റി വിറ്റ്സ്? ബിക്കോസ് ദേ ഗോട്ട് ഓർ ദേ ഗ്രാജുവേറ്റഡ് ഫ്രം ഫേമസ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് കേംബ്രിഡ്ജ് ആൻഡ് ഓക്സ്ഫോർഡ് അല്ലേ. അപ്പോൾ തോമസ് കിഡ് എന്നുള്ള റൈറ്ററിനെ പറയുമ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പാനിഷ് ട്രാജഡി ഫോക്കസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ദ റിവെഞ്ച് ട്രാജഡി, ആൻഡ് ദാറ്റ് ലേറ്റർ ബിക്കെയിം a source for Shakespeare's Hamlet. Hamlet is also a kind of revenge tragedy. So അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി വിറ്റ് ഈസ് ക്രിസ്റ്റഫർ മാർലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ എഡ്വേർഡ് സെക്കൻഡ്, ടാംബർലിൻ ദ ഗ്രേറ്റ്, ജ്യൂ ഓഫ് മാൾട്ട, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വർക്ക്സുകളാണ്. പിന്നെ റോബർട്ട് ഗ്രീൻ, അദ്ദേഹമാണ് ഷേക്സ്പിയറിനെ ഏറ്റവും കൂടുതലായി ക്രിട്ടിസൈസ് ചെയ്ത റൈറ്റർ. റോബർട്ട് ഗ്രീൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതാണ്? റോബർട്ട് ഗ്രീൻ എന്ന് പറയുമ്പം ഹി കമൻറ്റഡ് അല്ലെ, അല്ലെങ്കിൽ ഹി കോൾ ഷേക്സ്പിയർ ആൻ അപ്സ്റ്റാർട്ട് ക്രോ അല്ലെ. ഷേക്സ്പിയർ ഈസ് ഓൾവേസ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് റോബർട്ട് ഗ്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് ദർ ആർ സം അതർ റൈറ്റേഴ്സ് ലൈക്ക് ജോൺ ലിലി, തോമസ് നാഷ്, അവരുടെയൊക്കെ വർക്ക്സുകൾ, ജോൺ ലിലീസ് ദ യൂഫിയസ്, അനാട്ടമി ഓഫ് വിറ്റ്, and unfortunate traveler, the jack of anatomy of the unfortunate traveler by തോമസ് നാഷ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ ഏജ് ഓഫ് റിനസൻസ്. അപ്പാർട്ട് ഫ്രം ദീസ് റൈറ്റേഴ്സ് ഡെഫിനറ്റ്ലി വി ഹാവ് സ്പെൻസർ, എഡ്മണ്ട് സ്പെൻസർ, ആൻഡ് വി ഹാവ് ഫിലിപ്പ് സിഡ്നി, ആൻഡ് ദെൻ വി ഹാവ് സിഡ്നീസ് അപ്പോളജി ഫോർ പോയട്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വിച്ച് ഈസ് റിട്ടൺ ഇൻ റെസ്പോൺസ് ടു സ്റ്റീഫൻ ഗോസൻ സ്കൂൾ ഓഫ് അബ്യൂസ്. സോ അതൊക്കെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ റിനസൻസ് പീരീഡ്, ഇനി അവിടെ ഒരുപാട് റൈറ്റേഴ്സ് ഞാൻ മെൻഷൻ ചെയ്യാത്ത നമ്മുടെ തോമസ് മൂർ ഈസ് ദ ഹു റോട്ട് ദ വർക്ക് യൂട്ടോപ്യ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1516. അപ്പോൾ ഇതൊക്കെ റിനസൻസ് പീരീഡിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ അല്ലേ, ഡ്രാമയിലേക്ക് വരുമ്പം ഓക്കെ ആ ഒരു പീരീഡിൽ തന്നെ നമ്മൾ ഷേക്സ്പീരിയൻ ഡ്രാമ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമറ്റിസ്റ്റ് ആ ടൈമിൽ ഉണ്ടായിട്ടുള്ള റൈറ്റേഴ്സിനെ എല്ലാം നമ്മൾ ഈക്വലി ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇതിൽ എന്താണ് ക്രിസ്റ്റഫർ മാർലോയുടെയും ഷേക്സ്പിയറിൻ്റെയും ഡ്രാമ, അതുപോലെ തന്നെ ബെൻ ജോൺസൺ, ഹീ ഈസ് എ കണ്ടംപററി ഓഫ് ഷേക്സ്പിയർ, ഹിസ് എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, ആൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് 4 ഹ്യൂമേഴ്സ് അല്ലേ, അതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ്, ഫ്ലം, ആൻഡ് ദെൻ വി ഹാവ് ബ്ലാക്ക്, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ. ഓക്കെ, ഇതെല്ലാം ഫോക്കസ് ചെയ്യുകയും എന്താണ് ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സുകൾ ദ ആൽക്കമിസ്റ്റ് ആൻഡ് ദെൻ വി ഹാവ് വോൾപോണി, ദ ഫോക്സ് അല്ലേ, അതുപോലെ ദ സൈലൻറ്റ് വുമൺ. അപ്പോൾ ഇതെല്ലാം ഈക്വലി ഫോക്കസ് ചെയ്യേണ്ട ഒരു വർക്ക്സ് തന്നെയാണ്. അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ബെൻ ജോൺസൺ.
ഇനി നമ്മൾ അങ്ങനെ ഡേ 1-ൽ ഇത് മാത്രമല്ല, വളരെ ഇതാണ് ഏറ്റവും മേജർ റൈറ്റേഴ്സും അവരുടെ വർക്ക്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു എന്താണ് ലൈവ് വെബിനാറിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി ആ ഒരു സെക്ഷൻ കവർ ചെയ്ത് കഴിയുമ്പോൾ വി ആർ മൂവിങ് ഓൺ ടു ദ ഡേ 2. ഡേ 2-ൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? മൊഡ്യൂൾ 6, 7, 8, 9 and 10. ഓക്കെ, അപ്പോൾ അവിടെ റിവെഞ്ച് ട്രാജഡി ഞാൻ പറഞ്ഞു ഓൾറെഡി. നമ്മുടെ റിവെഞ്ച് ട്രാജഡിയുടെ ഒരു എയിം എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡിയാണ് അല്ലേ. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ വൺ അനദർ ടൈറ്റിൽ ഹിറോണിമ ഈസ് മാഡ് അഗെയിൻ, റൈറ്റ്? സോ അതും നമുക്ക് അങ്ങനെ നോക്കുമ്പം റിവെഞ്ച് ട്രാജഡി എന്താണ് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഡേ 2-ലേക്ക് വരുമ്പോൾ റിവെഞ്ച് ട്രാജഡിയിൽ ജോൺ വെബ്സ്റ്ററിൻ്റെ ഡച്ചസ് ഓഫ് മാൾഫി അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട റിവെഞ്ച് ട്രാജഡിയാണ്. അതുപോലെ എലിസബത്തൻ തിയേറ്റർ, ഷേക്സ്പിയറിയൻ സോണറ്റ്സ്, മെറ്റഫിസിക്കൽ പോയറ്റ്സ്. അത് ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഒക്കെ നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണറ്റ്സ് ആണ്. ആൻഡ് ദി ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് സോണറ്റ്സ് ആൻഡ് ഹൗ മെനി സോണറ്റ്സ് ആർ ദയർ, ഹൗ മെനി പ്ലേസ് ആർ ദയർ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഇതെല്ലാം റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ റിക്കളക്ട് ചെയ്യുക, ഇതെല്ലാം ഡേ 2-ൽ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആരാണ് മെറ്റഫിസിക്കൽ പോയറ്റ്സ്? ജോൺ ഡൺ, ഹെൻറി വോഗൻ, ഇതുപോലുള്ള എബ്രഹാം കോളി ആൻഡ് വി ഹാവ് ആൻഡ്രൂ മാവൽ. ഇങ്ങനെ കുറേ അധികം റൈറ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഫേമസ് ഫോർ ദെയർ ടേം മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് അല്ലേ. ആൻഡ് ദേ ബ്രിങ് ഔട്ട് സം comparisons between two different objects, and they are famous for far-fetched imagery. So we have to focus on all these things, metaphysical poets. Okay, അപ്പം അതിൽ ജോൺ ഡണ്ണിൻ്റെ വാലഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ് ആൻഡ് കാനനൈസേഷൻ, ഈ പോയമൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്ന പോയം, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അതുപോലെ തന്നെ ആൻഡ്രൂ മാവലിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ്, വെജിറ്റബിൾ ലവ് എന്നുള്ള ടേം, ഇതൊക്കെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം എന്താണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഡേ 2-ൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഡേ 3-ലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 11, 12, 13, 14, 15 and 16 restoration drama, which is also known as comedy of manners. Okay, then we have John Bunyan, Pilgrim's Progress, John Milton, Lycidas, Paradise Lost, restoration drama, comedy of manners, neoclassical age, sentimental comedy. ഇതെല്ലാം ഈ ഒരു ടൈമിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയാം നമ്മൾ 17th century Puritan age എന്നൊക്കെ പറയുമ്പോൾ of course John Milton is the most important writer, and he wrote the work Paradise Lost, Paradise Regained and Samson Agonistus. Then we have his Lycidas, which is the pastoral elegy written by him, and it was in the year 1638. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. And he wrote the work on his blindness when he became blind. Okay, he became blind at the age of, you have to mark your answers there. Okay, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യാം. മിൽട്ടൺ. ഓക്കെ, ഇനി അടുത്തൊരു റൈറ്റർ ജോൺ ബനിയൻ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. who wrote the work The Pilgrim's Progress. പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ സബ് ടൈറ്റിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആക്ച്വലി പിൽഗ്രിംസ് പ്രോഗ്രസ് ഈസ് ഡിസ്ക്രൈബ്സ് ദ ജേർണി ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ Christian. Okay, and he starts his journey from the city of destruction to the celestial city to attain salvation. അല്ലേ, അതിൽ മിഡ് പോയിന്റ് ആയിട്ട് he attends Vanity Fair. അപ്പോൾ അതും നമ്മൾ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണ് അല്ലേ. who wrote the work Vanity Fair? William Makepeace Thackeray, and he took the title Vanity Fair from John Bunyan's Pilgrim's Progress. അതുപോലെ തന്നെ ജോൺ ബനിയൻസ് സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി, വാട്ട് ഈസ് ദാറ്റ്? ദറ്റ് ഈസ് ഗ്രേസ് അബൗണ്ടിങ് ടു ദ ചീഫ് സിന്നേഴ്സ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ സബ് ടൈറ്റിൽ നമ്മൾ പറഞ്ഞില്ല, ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് ടു കം. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. പറ്റുമെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സിനെയും അതിൻ്റെ പബ്ലിക്കേഷൻ, ഇയർ ഓഫ് പബ്ലിക്കേഷനും ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിക്കളക്ട് ചെയ്യുക. ഇതൊക്കെ അറിയാമെങ്കിൽ കൂടിയും കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സെറ്റ് ക്ലിയർ ചെയ്യാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം. വാട്ട് യു വോണ്ട് ഇസ് ജസ്റ്റ് എ റിവിഷൻ ഓഫ് എവറിത്തിങ് യു സ്റ്റഡീഡ് അല്ലേ, യു വെൻ ത്രൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ 30 days
നിങ്ങൾക്ക് ചെയ്യുന്നത്. ഇനിയും ആദ്യമായിട്ട് 30 ഡേയ്സ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി. ഓക്കെ, എന്താണ് 30 ഡേയ്സിൽ സെറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസ് നമുക്ക് തന്നെ ഉണ്ട്. അപ്പം എന്താണ് ഇത്രയും എഫേർട്സ് ഇട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി പ്ലസ് PYQ സെഷൻസിലൂടെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദ കമ്മിങ് സെറ്റ് എക്സാം. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 24 മുമ്പ് വളരെ കുറച്ച് സമയമുള്ളൂ. എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ 30 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം നമ്മുടെ എൻറ്റയർ സിലബസ്. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് ജോൺ മിൽട്ടൺ, ജോൺ ബനിയൻ, അതുപോലെ റെസ്റ്റോറേഷൻ ഡ്രാമ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദ പ്രോമിനന്റ് റൈറ്റർ ഈസ് വില്യം കോൺഗ്രേവ് ആൻഡ് ഹിസ് വേ ഓഫ് വേൾഡ് അല്ലേ, വിച്ച് റിഫ്ലെക്ട്സ് ദ foolies and vices of restoration age, and that's also very important. And then we have, it is also known as comedy of manners. Then we have neoclassical age, sentimental comedy. Neoclassical age എന്ന് പറയുമ്പോൾ എന്താണ് neoclassical age, Augustan age, which is also known as age of prose and reason. So age of Dryden, age of Pope, and Addison, Steele, and Jonathan Swift. ഇവരെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞപ്പോഴാണ് അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഗലിവേഴ്സ് ട്രാവൽസ്, ഇതൊക്കെ നമ്മൾ അതിലെ ക്യാരക്ടേഴ്സിനെയും അതുപോലെ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഷുവർ ആണ് അല്ലേ. ഒന്നെങ്കിൽ ദ ബാറ്റിൽ ബിറ്റ്വീൻ ഏൻഷ്യൻസ് ആൻഡ് മോഡേൺസ്, ആൻഡ് ഏൻഷ്യൻ റെപ്രസെൻറ്റ്സ് ബി, മോഡേൺ റെപ്രസെൻറ്റ്സ് ദ വെനമസ് സ്പൈഡർ, ആൻഡ് ദ ബാറ്റിൽ ഈസ് ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് അറ്റ് മൗണ്ട് പർനാസസ്, ആൻഡ് ഇറ്റ് ആക്ച്വലി ഹാപ്പനിങ് അറ്റ് ദ സെൻറ്റ് ജെയിംസ് ലൈബ്രറി. അപ്പോൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഓക്കെ, ഇനി മൊഡ്യൂൾ 16, 17, 18, 19, 20 അതിലേക്ക് വരുമ്പം റെസ്റ്റോറേഷൻ പ്രോസ്, ജോൺ ഡ്രൈഡൻ, ഡോക്ടർ ജോൺസൺ ആൻഡ് ട്രാൻസിഷണൽ പോയറ്റ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനിയും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ജോൺ ഡ്രൈഡൻ, ഹിസ് മാക്ഫ്ലെക്നോ മോക്ക് ഹീറോയിക് വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി, ഹിസ് ക്രിട്ടിക്കൽ വർക്ക്, വേർ വി ക്യാൻ സീ 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വിത്ത് 4 ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡ്രൈഡൻ ഹിംസെൽഫ് അലോങ് വിത്ത് ഹിസ് കണ്ടംപററീസ് അല്ലേ. എനിക്ക് തോന്നുന്നു അതിൽ നിയാൻഡർ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡ്രൈഡൻ. ഓക്കെ, then we have ക്രൈറ്റ്സ്, ലിസിഡസ്. അപ്പോൾ ഇതൊക്കെ ഈ ക്യാരക്ടേഴ്സിനെയും അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സിനെയും എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ പോപ്പ്, അലക്സാണ്ടർ പോപ്പ്, ഓഫ് കോഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. എസ്സേ ഓൺ മാൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർക്ക്സുകളുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് വിച്ച് കംസ് ടു മൈ മൈൻഡ് അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡോക്ടർ ജോൺസൺ എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ലെക്സിക്കോഗ്രാഫർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഹീ ഹൂ ഇൻട്രൊഡ്യൂസ് ഡിക്ഷണറി ഇൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഹിസ് പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ വെയർ ഹി criticizes or where he points out the merits and demerits of Shakespeare as a writer. അത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇനിയും എന്താണ് റൈസ് ഓഫ് നോവൽ ബ്രിട്ടീഷ്. ഓഫ് കോഴ്സ് നമ്മൾ ആ 18th century പറയുമ്പോൾ വി കാൺ മൂവ് ഓൺ വിത്തൗട്ട് മെൻഷനിങ് ദീസ് 4 റൈറ്റേഴ്സ്, ആൻഡ് ദേ ആർ നോൺ ആസ് 4 wheels of the van of English novel. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയും ആരൊക്കെയാണ് 4 wheels. ലോറൻസ് സ്റ്റേൺ, സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ആൻഡ് വി ഹാവ് ടോബിയാസ് സ്മോളറ്റ്. അപ്പം സാമുവൽ റിച്ചാർഡ്സൺ പമീല എപ്പിസ്റ്റോളറി നോവൽ, ഹെൻറി ഫീൽഡിംഗ് ടോം ജോൺസ് എന്താണ് അഡ്വഞ്ചറസ് സ്റ്റോറീസ് അല്ലേ. അപ്പം ഇതെല്ലാം പിക്കാരസ് നോവൽ, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ ടോബിയാസ് സ്മോളറ്റ്, ലോറൻസ് സ്റ്റേൺ, ട്രിസ്റ്റം ഷാൻഡി, ഇതെല്ലാം ഈ റൈറ്റേഴ്സിനെയും അവരുടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളും അതൊക്കെ മെൻഷൻ ചെയ്ത് തന്നെ, അല്ലെങ്കിൽ അതെല്ലാം ഫോക്കസ് ചെയ്ത് തന്നെ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഓക്കെ, ദെൻ ഡേ 5 എന്ന് പറഞ്ഞാൽ റിവിഷൻ ആണ്. എന്താണ് റിവിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ പറയും റിവിഷൻ മീൻസ് റിവൈസിങ് എവറിത്തിങ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ത്രൂ ദ എൻറ്റയർ പോർഷൻ ദാറ്റ് കവേർഡ് ടിൽ ഡേ 5. ഓക്കെ, അപ്പം അങ്ങനെ കവർ ചെയ്ത് ഒന്നുമില്ല, പെൻഡിങ് പോർഷൻസ് ഒന്നുമില്ല എങ്കിൽ യു ക്യാൻ ജസ്റ്റ് റിവൈസ് എവറിത്തിങ്. ഇഫ് യു ഹാവ് എനി പെൻഡിങ് പോർഷൻസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് പെൻഡിങ് പോർഷൻ ആൻഡ് യു ക്യാൻ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ടു ഫിനിഷ് ദാറ്റ് പെൻഡിങ് പോർഷൻസ്. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ വീണ്ടും നമ്മൾ ആ ഡേ 5 റെസ്റ്റിന് വേണ്ടി
അല്ല യൂസ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ആ പെൻഡിങ് പോർഷൻസ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതേസമയം പെൻഡിങ് പോർഷൻ ഇല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാം വി ആർ ഹ്യൂമൻ ബീങ്സ് അല്ലേ, എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും വി ഹാവ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നാൽ അത് റിവൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഡേ ഓഫ് റിവിഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡേ 6 വരുമ്പം നമ്മൾ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്ത് യൂണിറ്റ് 2ലേക്ക് പോവുകയാണ്. അപ്പോൾ യൂണിറ്റ് 2-ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ 30 ഡേയ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം മൊഡ്യൂൾ 1, 2, 3, 4, 5 റൊമാൻറ്റിസിസം, പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലറ്റ്സ്, ലേറ്റർ റൊമാൻറ്റിക്സ് പാർട്ട് 1 and 2, ഗോത്തിക് നോവൽ. അപ്പം ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. റൊമാൻറ്റിസിസം ഈസ് ആക്ച്വലി എന്താണ് ആ ഒരു പീരിയഡ് ഡ്യൂറേഷൻ എന്താണ് 1798. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 1798 ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് 1837, which is the beginning of Victorian age. അല്ലേ, അപ്പോൾ 1798 is famous for one more thing. What is that? It is in this year that prefers to lyrical ballads published, and this is the work written by both Coleridge and Wordsworth. And lyrical ballads published, and prefers to lyrical ballads was published in the year 1800. Okay, അപ്പം ഏതൊക്കെ കോളറിഡ്ജിൻ്റെ വർക്ക്സ് ഇൻക്ലൂഡഡ് ആണ്, പ്ലസ് വേർഡ്സ്വർത്തിൻ്റെ വർക്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏതൊക്കെ വർക്ക്സ് ആണ് ഇതെല്ലാം നോട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റൊമാൻറ്റിക് ഏജിലേക്ക് വരുമ്പോൾ വി ഹാവ് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്. വേർഡ്സ്വർത്ത് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് പ്രെല്യൂഡ് അല്ലേ, അദ്ദേഹത്തിൻ്റെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്. അതിൻ്റെ സബ് ടൈറ്റിൽ ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ്, അതുപോലെ ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, ഡാഫഡിൽസ്, ഇതുപോലുള്ള വർക്ക്സുകൾ. അതിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താണ്, ഹി സ്പീക്സ് ഫോർ കോമൺ മെൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഈസ് വെരി സിമ്പിൾ ആൻഡ് വെരി കോമൺ അല്ലേ, അതാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്. അതുപോലെ തന്നെ നമുക്കറിയാം വേർഡ്സ്വർത്ത് ഡിഫൈൻ പോയട്രി ആസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ കോളറിഡ്ജിലേക്ക് വരുമ്പം Kubla Khan is there, in which we can see the mythical place Xanadu, and at the same time water everywhere, not a single drop to drink. That is from the rhyme of ancient mariner where he kills an albatross അല്ലേ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുബിള. അതുപോലെ തന്നെ എന്താണ് കോളറിഡ്ജ് വെരി ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ വർക്ക് ദറ്റ് ഈസ് ബയോഗ്രഫിയ ലിറ്ററേറിയ. എന്താണ് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുമ്പം അവിടെ ഹി ബ്രിങ്സ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ, ഫാൻസി. അപ്പോൾ വാട്ട് ഈസ് പ്രൈമറി ഇമാജിനേഷൻ? ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ഹ്യൂമൻ ബീയിങ്, റൈറ്റ്? And what is secondary imagination? Secondary imagination, that is the asset of a poet അല്ലേ, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ അസറ്റ് ആണ്. Then third one is fancy. Fancy is highly mechanical. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു എസ്സേയിൽ നിന്നും, അതുപോലെ അത് പബ്ലിഷ് ചെയ്ത ഇയർ അതൊക്കെ 1817, ഐ തിങ്ക് ഇറ്റ് ഈസ് 1817, അതൊക്കെ ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇങ്ങനെ കോളറിഡ്ജ്, വേർഡ്സ്വർത്ത്, ജോൺ കീറ്റ്സ് ഈസ് ദെയർ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ഓഡ്സ് എല്ലാം, അതായത് ഓഡ് ഓൺ എ മെലൻകളി, ഓഡ് ടു നൈറ്റിംഗേൽ, ഓഡ് ടു ഓട്ടം. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്യുക. അതുപോലെ ഹൈപ്പീരിയൻ ഇസ് എ വർക്ക് റിട്ടേൺ ബൈ ജോൺ കീറ്റ്സ്, എൻഡിമിയോൺ ഇസ് എ വർക്ക്, ആൻഡ് ഈവ് ഓഫ് സെയിൻറ്റ് ആഗ്നസ്. ജോൺ കീറ്റ്സിൻ്റെ പിന്നെ ഇഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം ഈസ് ആക്ച്വലി എ ടേം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ കീറ്റ്സ്. അപ്പോൾ അത് ആ ടേം എന്താണ്, ഹി ആക്ച്വലി യൂസ് ദ ടേം ടു അഡ്രസ് ഹൂം. അതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ഹൂം, അഡ്രസ് ദ പോയട്രി, ദ പോയംസ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, പിന്നെ അതായത് അദ്ദേഹം ഹിസ് പോയംസ് ആർ ഓൾവേസ് സെൽഫ് സെൻറ്റേർഡ് ഇൻ നേച്ചർ, അതാണ് ഇഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം. അതുപോലെ തന്നെ നെഗറ്റീവ് കേപ്പബിലിറ്റി, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ടേം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ കീറ്റ്സ്. അപ്പം അതായത് ദ പോയറ്റ് ഷുഡ് ലാക്ക് ഓൾ ദ ഇമോഷൻസ് ദെയർ, ഹി ഷുഡ് ബി ഒബ്ജക്റ്റീവ് അല്ലേ, അങ്ങനത്തെ പോയിൻ്റാണ് അതിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഷെല്ലി, പി.ബി. ഷെല്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ റൊമാൻറ്റിക് റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഫോക്കസ് ചെയ്യേണ്ട വർക്ക്സ് എന്ന് പറയുമ്പോൾ ഓഡ് ടു വെസ്റ്റ് വിൻഡ് ഓഫ് കോഴ്സ് ഈസ് ദെയർ, പിന്നെ ഓഡ് ടു സ്കൈലാർക്ക് അദ്ദേഹത്തിൻ്റെ വർക്കാണ്, പിന്നെ സെൻസി അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സ് ഡ്രാമയാണ്,
and he wrote an atheist work, that is Necessity of Atheism. അത് അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഷെല്ലി ഈസ് ദയർ. ഇനി ഇവർ മാത്രമാണോ റൊമാൻറ്റിക് റൈറ്റേഴ്സിലുള്ളത്? അല്ല, ഓഫ് കോഴ്സ് വി ഹാവ് സം അതർ റൈറ്റേഴ്സ്. അവരെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഗോത്തിക് നോവൽ അല്ലേ, ഫസ്റ്റ് ഗോത്തിക് നോവൽ എന്ന് പറയുന്നത് വി ആർ ട്രീറ്റിംഗ് ഹൊറേസ് വോൾപോൾസ് കാസിൽ ഓഫ് ഒട്രാൻഡോ അല്ലേ, അതാണ് ഗോത്തിക് നോവലായിട്ട് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള വർക്ക്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഗോത്തിക് നോവൽസ് ഉണ്ട്, ഏതൊക്കെ റൈറ്റേഴ്സ് ദേ ആർ ഫേമസ് ഫോർ ഗോത്തിക് നോവൽസ്, അതൊക്കെ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി ഡേ 7ലേക്ക് വരുമ്പോൾ ഇതെല്ലാം എന്താണ്, ഒരു ഷോർട്ട് വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതെല്ലാം ഈ ഒരു എന്താണ് 1 to 2 മിനിറ്റ്സിനുള്ളിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ വി ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ഓൾ ദീസ് പോർഷൻസ്. ഓക്കെ, ദെൻ വി ഹാവ് ഡേ 7, 6, 7, 8, 9, 10 യൂണിറ്റ്സ് ആണ്, മൊഡ്യൂൾസ് ആണ്. ഹിസ്റ്റോറിക്കൽ നോവൽ. Who is known as the father of historical novel? Of course, Walter Scott അല്ലേ. അപ്പം അതുപോലെ തന്നെ റൊമാൻറ്റിക് പ്രോസ്, ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആൻഡ് വിക്ടോറിയൻ ഏജ്. ഫെമിനിസ്റ്റ് റൈറ്റിംഗ് നമുക്കറിയാം, ബ്രോൺ സിസ്റ്റേഴ്സ് അദ്ദേഹം അല്ലേ, അവരെ ഫോക്കസ് ചെയ്യണം. സോ വിക്ടോറിയൻ ഏജ് വരുമ്പം വി ഹാവ് ടു ഫോക്കസ് ഓൺ പ്രീ റാഫ്ലെറ്റ് മൂവ്മെൻറ്റ്, പ്രീ റാഫ്ലെറ്റ് ബ്രദർഹുഡ്. ആരൊക്കെയാണ്? ക്രിസ്റ്റീന റോസെറ്റി, DJ റോസെറ്റി, അവരെയൊക്കെ ഫോക്കസ് ചെയ്യണം. പ്രീ റാഫ്ലെറ്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണ്? വില്യം മോറിസ്, ജെസി സ്വിൻബേൺ, ഇവരെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ബ്രോൺ സിസ്റ്റേഴ്സ് ആരൊക്കെയാണ്? ഷാർലറ്റ് ബ്രോണ്ട്, എമിലി ബ്രോണ്ട്, and then we have Anne Bront, and they have their own pen names. Why do they receive male names there? അതായത് അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഓഫ് ഫെമിനിസം, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് ഫെമിനിസം, അത് നമ്മൾ നോക്കണം. അതിലേതാണ്, ഏത് ഫെമിനിസത്തിലാണ് ഈ കാറ്റഗറി, അതായത് ദ റൈറ്റേഴ്സ് ഹു റിസീവ്ഡ് ദ പെൻ നെയിം ഓഫ് male writer. George Eliot is an example for that, and her real name is Mary Ann Evans അല്ലേ. അപ്പം ജോർജ് ഏലിയറ്റ് റോട്ട് ദ വർക്ക് മിൽ ഓൺ ദ ഫ്ലോസ് അല്ലേ. അതുപോലെ ആദം ബീഡീസ് ദയർ. അങ്ങനെ ഇതുപോലുള്ള എല്ലാ വർക്ക്സുകളും ഫോക്കസ് ചെയ്യണം. ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓഫ് കോഴ്സ് ഫെമിനിസം സ്റ്റാർട്ടഡ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്സ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ. അപ്പോൾ അതും ഫോക്കസ് ചെയ്യേണ്ട വർക്കാണ്. ആൻഡ് പിന്നെന്താണ്, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു മെൻഷൻ മേരി ഷെല്ലി. ഓക്കെ, ഹു റോട്ട് ദ വർക്ക് ഫ്രാങ്കൻസ്റ്റീൻ, ദ സയൻറ്റിഫിക് ഫിക്ഷൻ, and she dedicated that work to her father William Godwin. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് എ ലിങ്ക് ദയർ. ഓക്കെ, ദെൻ വിക്ടോറിയൻ നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് തോമസ് ഹാർഡി ഈസ് ദയർ, റൈറ്റ്, who is famous for pessimism, Mayor of the Castor Bridge, Return of the Native, and then we have Tess of the D'Urbervilles അല്ലേ. and Tess of the D'Urbervilles has got a subtitle that is A Pure Woman അല്ലേ. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ വെസെക്സ് നോവൽസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നോവൽസ് ഏതൊക്കെയാണ്? ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അറേഞ്ച് ദ ഫോളോയിങ് വർക്ക്സ് ഓഫ് തോമസ് ഹാർഡി ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ. സോ ഫോർ ദാറ്റ് വാട്ട് ഡു വി നീഡ് ടു ഡു? എന്താണ്? വി ഹാവ് ടു മെമ്മറൈസ് ഓൾ ദ ഇയേഴ്സ് ഓഫ് ദീസ് പർട്ടിക്കുലർ വർക്ക്സ് അല്ലേ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദീസ് പർട്ടിക്കുലർ വർക്ക്. ഓക്കെ, ഇനി പോയട്രി, വിക്ടോറിയൻ പോയട്രി പറയുമ്പം ഓഫ് കോഴ്സ് ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ, ഹിസ് യുലീസസ്, ലോട്ടസ് ഈറ്റേഴ്സ്, ആ വർക്ക്സുകളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആൻഡ് ടെന്നീസൺസ് ദ വെരി ഫേമസ് എലിജി ഇൻ മെമ്മോറിയം, AHH മീൻസ് ആർതർ ഹെൻറി ഹാലം അല്ലേ. അപ്പം അത് ഫോക്കസ് ചെയ്യുക. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇതെല്ലാം ഈ ഓരോ, അതുപോലെ തന്നെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്, റോബർട്ട് ബ്രൗണിങ്, they are famous for Robert Browning, who is famous for dramatic monologues. അപ്പം ഇങ്ങനെയുള്ള റൈറ്റേഴ്സിനെയും പോയട്രി എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക. ഇനി ഡേ 8 വരുമ്പം മൊഡ്യൂൾ 11, 12, 13, 14, 15 ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലേ. വിക്ടോറിയൻ കണ്ടപ്പോൾ തന്നെ പ്രീ റാഫ്ലെറ്റ് മൂവ്മെൻറ്റ് പറഞ്ഞു. പിന്നെന്താണ്, മൊഡ്യൂൾ 16, 17, 18, 19, 20 ഡേ 9 തോമസ് ഹാർഡിയുടെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇൻട്രോ പറഞ്ഞപ്പം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഡേ 8ഉം ഡേ 9ഉം കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നൗ വി ആർ അറ്റ് ഡേ 10. അഗെയിൻ ഹിയർ ഈസ് എ ചാൻസ് ഫോർ റിവിഷൻ. ഐദർ യു ക്യാൻ റിവൈസ് ഓർ യു ക്യാൻ ഗോ ത്രൂ ദ പെൻഡിങ് പോർഷൻസ് അഗെയിൻ. ഓക്കെ, അപ്പം ഈ ഒരു 5 ഡേയ്സിൽ ഇഫ് യു ഡോണ്ട് ഹാവ് എനി പെൻഡിങ് പോർഷൻസ് യു ആർ ലക്കി അല്ലേ. യു ക്യാൻ റിവൈസ് ഫ്രം 1 to 10. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച്
after 1 year or 2 years, we are going to be a teacher. So we know which one is irrelevant, which one is important. So it's your task to find out all these important things. And here in competitive cracker, we are as mentors to help you. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് വേണം, ഏതൊക്കെ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം ഡേ 10 വരെ ഉള്ള സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനിയും 20 ഡേയ്സിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് മാത്രം നമ്മൾ പറഞ്ഞു പോയാൽ പോരാ അല്ലേ. വാട്ട് വി നീഡ് ഈസ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും അറിയണം. അങ്ങനെയുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. ആർ യു റെഡി? Okay, എല്ലാവർക്കും ആൻസേഴ്സ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ മാർക്ക് യുവർ ആൻസേഴ്സ് ദെയർ. സോറി, അപ്പം കുറച്ചൊരു ഡിലേ ഉണ്ട് കമൻസ് റിസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ടു യു അല്ലേ. ഡേ 10 വരെയുള്ള റിവിഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പം നിങ്ങളുടെ സിൻസിയർ കമൻസ് ഒക്കെ അവിടെ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ 30 ഡേയ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following texts is considered a direct source of Chaucer's The Night Tale? Chaucer's Canterbury Tales, Chaucer's Canterbury Tales in the source, അതുപോലെ തന്നെ ബുക്ക് ഓഫ് ദ ഡച്ചസിൻ്റെ സോഴ്സ്, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സോഴ്സ് ഓഫ് ചോസേഴ്സ് നൈറ്റ്സ് ടെയിൽ. എനിക്ക് നമുക്കറിയാം അല്ലേ, ഇറ്റ് ആക്ച്വലി ചോസേഴ്സ് കാൻറ്റർബറി ടെയിൽസ് ബിഗിൻസ് വിത്ത് നൈറ്റ്സ് ടെയിൽ എന്ന് നമുക്കറിയാം അല്ലേ. ആൻഡ് night is actually a representation of falling chivalry, right? And rising chivalry is represented by square, right? Okay, ini idil edana right aayittulla answer? So the right answer is Boccacio's Tisida. Okay, Boccacio's Tisida. If you want to write it, you can write it there. Okay, so Boccacio's Tisida is the right answer. Here comes the second question. Who among the following was not a contemporary of Geoffrey Chaucer? നമുക്കറിയാം, ഞാൻ ഇൻട്രഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ജോൺ ഗോവർ who wrote the work Confessio Amandus. Then we have the writer William Langland who is famous for Piers Plowman, the visions of the Piers Plowman, and that is an allegory, right? Political spiritual allegory. Then we have Thomas Malory who wrote the work Morte d'Arthur. Then we have the Pearl Poet. അല്ലേ, Pearl Poet എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി അവരുടെ റിയൽ നെയിംസ് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ ദ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്. അപ്പം ഇതിൽ ആരാണ് നോട്ട് എ കണ്ടംപററി ഓഫ് ജെഫ്രി ചോസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി ടു ഐഡൻറ്റിഫൈ ദ ആൻസർ. സോ ഹു ഈസ് നോട്ട് എ കണ്ടംപററി ഓഫ് ജെഫ്രി ചോസർ? It is Thomas Malory. Okay, I already told you it is he who written the work. Edana? He wrote the work Morte d'Arthur. Okay, clear? Okay, then here comes the next question. In the general prologue to the Canterbury Tales, which character is portrayed as the most morally corrupt one? ഏത് ക്യാരക്ടറിനെയാണ് മോറലി കറപ്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ദ പാസൺ, ഓപ്ഷൻ ബി ദ നൈറ്റ്, ഓപ്ഷൻ സി ദ പാർട്ട്ണർ, ഓപ്ഷൻ ഡി ദ ക്ലർക്ക്. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? സോ ദ റൈറ്റ് ആൻസർ ഈസ് പാർട്ട്ണർ. ഓക്കെ, ആൻഡ് ഹി സെൽസ് എവറിത്തിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഹി ഈസ് ഹൈലി കറപ്റ്റഡ് എന്നുള്ളൊരു ഇതിലേക്ക്. ഹി സീക്സ് മണി ഓർ ഹി റിക്വസ്റ്റ് മണി ഫ്രം ഓൾ ഹിസ് കസ്റ്റമേഴ്സ്. ഓക്കെ, then here comes the next question. Which of the following best illustrate Chaucer's use of the estate satire form in the Canterbury Tales? നമുക്കറിയാം 3 estates അല്ലേ, ഏതൊക്കെയാണ്? commoner and then we have military forms അല്ലേ. അപ്പോൾ ഈ 3 ഫോംസുകൾ നമുക്കുണ്ട്. The wife of Bath's prologue, the parson's tale, the general prologue, the nun's priest tale. ഇതിൽ ഏതിലാണ് എസ്റ്റേറ്റ് സെറ്റർ എന്നുള്ള ഫോം വരുന്നത്? ഏതിലാണ്? The correct answer is the general
prologue. Okay, the general prologue. It's very important. Okay, and the 3 estates note cheyuka. I think the first one is clergy category, second one is military category, then we have the commoners. Okay, appa 3 estates akka nokka, 3 or 4, 3, I think it is 3, right? So you can check it once more. Okay, then next question. Which narrative technique is most prominent in Chaucer's Canterbury Tales? Of course, it's not option A, because it is a modernist strategy, stream of consciousness, right? And stream of consciousness is associated with, most commonly associated with Virginia Woolf and James Joyce. നമ്മൾ ഓൾറെഡി അറിയാം വിർജീനിയ വോൾഫിൻ്റെ എന്താണ് ടു ദ ലൈറ്റ് ഹൗസ്, അതുപോലെ തന്നെ മിസ്സസ് ഡാലവേ, ദെൻ നമ്മുടെ ജെയിംസ് ജോയ്സ് പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, അതുപോലെ തന്നെ യുലീസസ്, അതൊക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്, ഇൻറ്റീരിയർ മോണോലോഗ്സ്, ഇതുപോലുള്ള നരേറ്റീവ് ടെക്നിക്സിന് വളരെ ഫെമിലിയർ ആണ്. അപ്പം എന്താണ് ഇനി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദീസ് ഓപ്ഷൻസ്. ഏതാണ്? അൺറിലയബിൾ നരേറ്റർ, ഫ്രെയിം നരേറ്റീവ്, epistolary structure. Of course, it is not epistolary. So the right answer is frame narrative. Okay, frame narrative is the narrative technique used in Chaucer's Canterbury Tales. ഇത് എനിക്ക് തോന്നുന്നു പഠിച്ചവർക്ക് പോലും ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആവാം അല്ലേ? അല്ല, നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് യു പീപ്പിൾ നോ ദി ആൻസർ. ഇനി ഇത് മാർക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which work by Chaucer is modeled on Boethius' The Consolation of Philosophy and reflects a serious philosophical tone? Option A, Troilus and Cressida. Option B, The House of Fame. Option C, The Parliament of Fowls. And option D, The Book of the Duchess. Which is the right answer? Troilus and Cressida. All the other 3 works are written by Geoffrey Chaucer himself. So, Troilus and Cressida is actually modeled on The Consolation of Philosophy. Okay, അത് നോട്ട് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ടഡ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തോന്നുന്നു? സെറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണോ? ഓഫ് കോഴ്സ് യെസ് അല്ലേ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ കൈൻഡ് ഓഫ് പ്രിപ്പറേഷനുമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ വർക്ക് അത് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻസൈഡ് ഇൻ ദാറ്റ് വർക്ക് വാട്ട് എവർ ഇൻഫർമേഷൻ വി ആർ ഗെറ്റിംഗ് ഫ്രം എ പെർട്ടിക്കുലർ വർക്ക്, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does the wife of Bath claim as the basis for her authority to speak on marriage? വൈഫ് ഓഫ് ബാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അല്ലേ? ബിക്കോസ് ഷീ ഹാഡ് 5 husbands. ഓക്കെ, സോ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഷീ ഹാഡ് 5 husbands, ദാറ്റ് മീൻസ് ഷീ ഹാഡ് 5 marriages. ഓക്കെ, ആൻഡ് വളരെ കൃത്യമായിട്ട് ഓപ്ഷൻ സി ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അവളുടെ wife of Bath as a character, she is speaking from her own experiences. Okay, and she is the authority figure to speak something about marriage. Okay, clear? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഓപ്ഷൻസ് ഒക്കെ വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് എന്താണ് 1 മണിക്കൂറിനുള്ളിൽ മാക്സിമം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതെ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഇനി which of the following is a work by John Gower written in the Middle English and structured as a collection of moral tales told to a king? Have you heard about this question? Yeah, exactly. It was in our previous exam. Okay, so something related to John Gower. Okay, then correct answer is Confessio Amandus. Okay, Confessio Amandus is a work written by John Gower. സോ ഈ കൺഫെഷ്യോ അമാൻഡസ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ വർക്കിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദ ഇൻഫർമേഷൻ. ഐ വിൽ ഗിവ് യു 2 minutes ടൈം. It is Gower's most famous Middle English work. Okay, and it is framed as a dialogue between a lover and a priest of Venus, containing over 100 stories with moral undertones, and it was published around 1390. Okay,
and he began writing in 1386, began writing this particular work in 1386 at the request of Richard II, the king, okay. And the first version was completed around 1390, and it's a long Middle English poem consisting of over 33,000 lines written in rhymed octosyllabic couplets. അപ്പോൾ ഇതെല്ലാം എന്താണ്? Confessio Amandis related information ആണ്. And the poem was revised later with the dedication to Henry of Lancaster, that is Henry IV, replacing the earlier praise of Richard II in some manuscripts. അപ്പം he is actually dedicated his work first to Richard II, later he got replaced by Henry IV. Okay, അപ്പം Confessio Amandis related ആയിട്ട് കുറേ അധികം ഇൻഫർമേഷൻ കിട്ടി അല്ലേ? എന്താണ് അത്? മിഡിൽ ഇംഗ്ലീഷ് വർക്ക് ഓഫ് ജോൺ ഗോവർ ആണ്, പബ്ലിഷ്ഡ് ഇൻ 1390 അല്ലേ? ആൻഡ് ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു whom? First dedicated to Richard II and then it dedicated to Henry IV. അപ്പോൾ ഇതെല്ലാം equally important ആണ്. I hope all of you have written down these notes, right? Okay, noted? Yeah. Then we are moving on to the next question. William Langland's Piers Plowman is best described as. Now it already told you it's an allegory എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ? അപ്പം അങ്ങനെ പറയുമ്പം definitely it is a dream vision also. Best described ആണ് ചോദിച്ചിരിക്കുന്നത്. Allegory, spiritual allegory ആണ്, and it is a dream vision in unrhymed alliterative. അതാണ് ഇതിൻ്റെ ഫുൾ ടൈറ്റിൽ എന്താണ്? The Vision of the Piers Plowman. അപ്പം അങ്ങനെ പറയുമ്പം a dream vision in unrhymed alliterative verse. It is an allegory, but it is spiritual allegory. Okay, അപ്പോൾ ഇതെല്ലാം നോക്കുക. chivalric romance അല്ല, romantic narrative അല്ല. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The anonymous pearl poet. I already told you he is the contemporary of Geoffrey Chaucer, right? So the anonymous pearl poet is also credited with which of the following Middle English works? അദ്ദേഹത്തിൻ്റെ വർക്ക് എന്താണ്? എക്സാക്ട്ലി സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് അല്ലേ? നമുക്കറിയാം പേൾ പോയിറ്റ് എന്ന് പറയുമ്പം സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എന്നുള്ള വർക്ക് എഴുതിയ ഓതറാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനോണിമസ് ഓതറാണ്. ആൻഡ് ഹിസ് എക്സാക്ട് നെയിം വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഹിസ് എക്സാക്ട് നെയിം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളും നോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ല, ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് പേൾ പോയറ്റിനെ ഒന്ന് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദ പേൾ പോയറ്റ്, ഓൾസോ കോൾഡ് ദ ഗവെയിൻ പോയറ്റ്, റോട്ട് പേൾ, പേഷ്യൻസ്, ക്ലീൻനെസ് ആൻഡ് സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ്, all known for their rich alliterative verse. അപ്പം ഇതെല്ലാം he wrote all these poems under the title Pearl Poet, under the name Pearl Poet. But who is Pearl Poet? We don't know, right? Okay. Again we are coming back to another contemporary, and we already discussed his work, that is John Gower. John Gower's trilingual literary output includes works in all of the following languages except ഏതാണ്? Middle English, Latin, French, Italian. Middle English already നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? ഇറ്റാലിയൻ. എക്സെപ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, എക്സെപ്റ്റ് ഇറ്റാലിയൻ ലാംഗ്വേജ്. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോ? Okay, then here comes the important information related to John Gower again. Okay, Gower wrote in Middle English Confessio Amandis. In Latin language he wrote Vox Clementis. അണ്ടർലൈൻ ചെയ്യണം, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വർക്ക് ചോദിച്ചു, അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചു കൂടാന്നില്ല. അതുകൊണ്ട് തന്നെ വോക്സ് ക്ലമാൻഡസ് ലാറ്റിൻ ലാംഗ്വേജിലാണ്, മിറർ ഡി ലോമേ that is in French, but ഇറ്റാലിയനിൽ അദ്ദേഹം ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ അത് ഏതാണ് പറയാനൊരു കാര്യമുണ്ട്, ട്രൈലിംഗ്വൽ ലിറ്റററി ഔട്ട്പുട്ട് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ദിസ് എക്സെപ്റ്റ് ഇറ്റാലിയൻ, ഓൾ അതർ ലാംഗ്വേജസ് ആർ ദെയർ.
ഓക്കെ, അപ്പോൾ ഇതും നോട്ട് ചെയ്തല്ലോ അല്ലേ? ഈ വർക്ക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാനുള്ള സമയം എടുക്കുമെന്ന് എനിക്കറിയാം. ഐ തിങ്ക് നോട്ട് ചെയ്ത് കാണണം അല്ലേ? ഇനി how many pilgrims excluding Chaucer the narrator and the host are making the journey to Canterbury? Canterbury നമുക്കറിയാം സെൻറ്റ് തോമസ് ബെക്കർ shrine ആണ് അല്ലേ? അപ്പോൾ they are actually on their pilgrimage to this particular destination. And here how many pilgrims? Total 31 including the narrator and the innkeeper. So by eliminating these two characters, how many pilgrims are there? Definitely we have 29 pilgrims, and they are assigned with one task. What is that? Do you remember? Yeah, they have to tell. That means each pilgrim has to tell 2 stories on their way to the St. Thomas Becket shrine, and they have to tell 2 more stories on their way back to the inn. Alle? Appo angane together they are assigned with the task of telling 4 stories. Clear? അപ്പം ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ ഹോസ്റ്റിൻ്റെ നെയിം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻ കീപ്പേഴ്സ് നെയിം ഈസ് ഹാരി ബെയ്ലി ആൻഡ് ദ ഇൻസ് നെയിം ഈസ് ടബാർഡിൻ. അപ്പം ഇതെല്ലാം ഫോക്കസ് ചെയ്യുക. ഇനി നിങ്ങളോട് നമ്മളിപ്പോൾ പറഞ്ഞത് 30 ഡേയ്സിൻ്റെ പ്ലാനിനെ പറ്റിയാണ് അല്ലേ? അപ്പം 30 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ എത്രയും പെട്ടെന്ന് നമുക്ക് പോർഷൻസ് ഫിനിഷ് ചെയ്യാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പെൻഡിങ് പോർഷൻസ് ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എന്താണ് മാക്സിമം PYQ ക്വസ്റ്റ്യൻസ്, മാക്സിമം ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഡെയിലി നമ്മൾ 10 ക്വസ്റ്റ്യൻസിൻ്റെ വർക്കിംഗ് ഷീറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാം. അപ്പം എന്താണ് ഓരോ പ്രാവശ്യവും വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻ ഓൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514. ഇപ്പം എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഓഫേഴ്സ് അവൈൽ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക CC ടീമിനെ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. Which pilgrim is described as being a true perfect gentle knight? ആരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്ന ആരായിരിക്കും? നൈറ്റ് എന്ന് പറയുമ്പോൾ we know that it is the knight അല്ലേ? The representation of chivalric romance. Okay, then അത് നോട്ട് ചെയ്യുക. Then the character of the wife of Bath is notable for having, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? traveled on pilgrimage multiple times. ഓക്കെ, അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ജേർണി കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ. 5 husbands, 5 marriages, and she has lots of experience to speak about life and marriage also. Okay, yeah, here comes your next question. What is ironic about the pardoner's character in the prologue? എന്താണ് പാർഡൻ്റെ ക്യാരക്ടർ? നമ്മൾ പറഞ്ഞു ഹൈലി കറപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. He sells pardons and fake relics while preaching against greed, but actually he is greedy, right? And in order to get money he sells pardons. Okay, he shouldn't be like that, but he is doing something opposite to what he is preaching. Okay, അപ്പോൾ അതും നോട്ട് ചെയ്യുക. Which pilgrim is described as loving truth, honor, freedom and courtesy? So ഇതിൽ ആരാണ് എല്ലാ നല്ല ക്വാളിറ്റീസും ഉള്ള ഒരു ക്യാരക്ടർ ആരാണ്? Of course, that is the knight himself. Okay, he is the true gentle hero. Okay, then അത് നോട്ട് ചെയ്യുക. Then we have, who is the host of the tabard inn? The name of the inn in Canterbury Tales. And who is the host? Of course, it is Harry Bailey, the one who proposes the idea of storytelling contest, right? അപ്പോൾ അത് നോട്ട് ചെയ്യുക. And they are actually their way to St. Thomas Becket shrine. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തത് ഏകദേശം 14th century മാത്രമാണ് അല്ലേ? Which of these characters is portrayed as genuinely pious and virtuous? ആരാണ് genuinely pious and virtuous ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്? That is Parson. Okay, that is Parson. നോട്ട് ചെയ്യുക. ഇനി
The squire, the son of night, is best described as young, passionate and artistic, and he is the symbol of, എനിക്ക് ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്തോളുക, night is the symbol of falling chivalry and squire is the symbol of rising chivalry. Okay, അപ്പോൾ ആ ഒരു representation ഒക്കെ equally important ആണ്. Squire is described as a lover and a lusty bachelor who sings, dances, writes poetry and serves his father, the knight. He represents the ideals of courtly love and youthful chivalry, contrasting with his father's seasoned nobility. Of course, rising chivalry is represented by knight's son, squire. Okay. Then, which pilgrim is described as having a forked beard and riding a horse in motley dress? Who is he? Any idea? Any guesswork? It is the merchant. Okay, it is the merchant. So, Chaucerന്റെ ഏജിൽ നിന്ന് ചോദിക്കാൻ ഇത്, it's not only for set aspirants അല്ലെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റ് ആസ്പിറൻസിനെയും ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ഇതിലും കോംപ്ലിക്കേറ്റഡ് ആണ് നെറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പോൾ ഇത് സെറ്റുകാർക്ക് വേണ്ടിയാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഓക്കെ, which of the following characters is most associated with gluttony and sensual indulgence? ആരാണ്? The miller. Okay, Miller's tale is also there in Canterbury tales. So the right answer is the miller. He is famous for the gluttony and sensual indulgence. Okay, then the prioress, whose name is Madam Eglantine, appo adu underline cheyyuka, is satirized for her deep theological knowledge, her extreme piety and humility, her concerns with courtly manners. Edana right answer? Her concern with courtly manners and superficial elegance. Okay, superficial elegance. Prioress name is Madam Eglantine. Appa adum note cheyyuka. Okay. Prioress speaks French not very well, is overly concerned with etiquette and wears a brooch inscribed with Armor vincit omnia. That means love conquers all. Appo adu chodikkan, that's very important. Adayathu, who wears brooch? Of course, that is the prioress. Who speaks French not well? Of course, prioress. And what is inside in that brooch? Love conquers all. Okay, appo idellam valare important aanu. Which character is described as thin, serious and devoted to learning, spending all his money on books? ആരാണ്? അപ്പം ബുക്സ് എന്ന് പറയുമ്പം ഓക്സ്ഫോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഒരേ ഒരു ഓപ്ഷനാണ്. ഇങ്ങനെ ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് വൺ ഈസ് ദ ക്ലർക്ക്, ഓക്സ്ഫോർഡ് ക്ലർക്ക്. Who is described as knowing every statue by rote, yet appearing busier than he actually is? ഇതൊക്കെ ചോസേഴ്സിൻ്റെ പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസിൽ ഉള്ളതാണ്. അപ്പം എന്താണ് അതിൻ്റെ, ഒരു മിനിറ്റ്, സോറി, ദ സർജൻറ്റ് അറ്റ് ദ ലോ, ദ സർജൻറ്റ് അറ്റ് ദ ലോ. അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ്, അത് സർജൻറ്റ് അറ്റ് ദ ലോ. ഇനി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹ്യൂമനിസം. Who is the father of English humanism? It's Roger Ascham. Okay, Roger Ascham. Something is related to him. He is tutor to Elizabeth I and author of the Schoolmaster. So, adu choichittullana ട്ടോ. Who is the author of Schoolmaster? It is Roger Ascham. Is credited with promoting humanist education in England. Okay, appo adum note cheyyuka. Which Renaissance author wrote Utopia? Of course, it is written by Thomas More in the year 1516 and it's a political and social satire in Latin. Okay. Which Renaissance writer authored The Defense of Poesy? The Defense of Poesy means apology for poetry. It is written by Philip Sidney. It is written in response to School of Abuse, which is written by Stephen
ഗോസൻ. സ്റ്റീഫൻ ഗോസൻ. ആൻഡ് ഇതിലാണ് അദ്ദേഹം പറയുന്നത് പോയറ്റ്സ് ആർ ലയേഴ്സ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഇതിലാണ്. ആൻഡ് അപ്പോൾ ഫിലിപ്പ് സിഡ്നി നമ്മുടെ പോയട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഓൾ നോളജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. And then last, which playwright is known for introducing revenge tragedy? നമ്മൾ റെനസൻസിലേക്ക് വരികയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്പാനിഷ് ട്രാജഡി ഈസ് റിട്ടൺ ബൈ തോമസ് കിഡ്, വൺ അമംഗ് ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഇതിൽ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പം ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് പ്ലേ റൈറ്റ്സിനാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്? ജോൺ ലിലി, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, തോമസ് ലോഡ്ജ്, തോമസ് കിഡ്, ക്രിസ്റ്റഫർ മാർലോ, പിന്നെ ജോർജ് പീൽ അല്ലേ. അപ്പം ഇവരൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, തോമസ് കിഡ്, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ, ജോൺ ലിലി. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ റൈറ്റേഴ്സിൻ്റെ വർക്ക്സുകളൊക്കെ നോക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ എന്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ടു യു ബിക്കോസ് ഐ ഹോപ്പ് you got an idea regarding the age of Chaucer and you got some information related to age of Renaissance too. Okay, do you like this class? I expect your sincere comments there. Okay, so ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടും നമുക്ക് വീണ്ടും വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഇതിലും കൂടുതൽ ഇൻട്രാക്റ്റീവ് ആണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 30 ഡേയ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓഫേഴ്സിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.